ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി കോമ്പിനേഷൻസ് ആണ് കേട്ടോ. പൊറോട്ടയും പെപ്പർ ചിക്കനും. ശരിക്കും പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഒന്നുകിൽ പൊറോട്ടയും ബീഫ് അല്ലെങ്കിൽ പൊറോട്ടയും പെപ്പർ ചിക്കൻ എന്ന് പറയുന്ന ഒരു ഹരാണല്ലേ. ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ വേണ്ടിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി പൊറോട്ടയും കിഡിലും പെപ്പർ ചിക്കൻ്റെയും റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പൊറോട്ട ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മാൻ്റെ പൊറോട്ട നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും പറയാന്ന് പറഞ്ഞാൽ ഹോട്ടൽ പൊറോട്ടേനേക്കാളും രുചി തന്നെയാണ് കേട്ടോ. കാരണം ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, പക്ഷേ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് നല്ല കിഡിലും പോലത്തെ പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഉമ്മാൻ്റെ പൊറോട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കിയിട്ട് നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാ ഉമ്മ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് 1 കിലോ മൈദയുടെ അളവാണ് പറഞ്ഞു തരുന്നത്. 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മൈദയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കറിയാലോ പൊറോട്ടയ്ക്ക് ചെറിയൊരു മധുരമൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു പൊറോട്ട എന്ന് പറയുന്ന വേറെ ലെവൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു വലിയ സൈസ് മുട്ട തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉമ്മ ഇതാ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മാത്രം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒരിക്കലും കൂടില്ല, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും, പൊറോട്ട നന്നാവണ്ടെങ്കിൽ അതിൻ്റെ കുഴയ്ക്ക് ഭയങ്കര കണക്കുണ്ട് കേട്ടോ. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്നില്ല. ശരിക്കും പറയും, സത്യത്തിൽ അങ്ങനെ തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയൊക്കെ എന്ന് ചെയ്താണ്ട് ഒരു 20 മിനിറ്റ് നല്ല കണ്ടിന്യൂസ് ആയിട്ട് കുഴച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് 10-20 മിനിറ്റ് എന്തായാലും കുഴച്ചെടുക്കണം. എങ്കിലും മാത്രമേ പൊറോട്ട നല്ല സോഫ്റ്റായി നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ ഇടുന്ന് കുഴച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പതുക്കെ സാവധാനം ചെയ്തെടുത്താൽ മതി. ഒരിക്കലും ധൃതി വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും ചെയ്യേണ്ട. നമ്മൾ നല്ല ക്ഷമയോടുകൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ട് കിട്ടും. പിന്നെന്താന്ന് ഞാൻ ഉമ്മാൻ്റെ പൊറോട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറയാമെന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് നല്ല എൻ്റെ വീട്ടിൽ മൊത്തത്തിൽ നമ്മൾ ഹോട്ടൽ പൊറോട്ടനേക്കാളും കൂടുതൽ വീട്ടിൽ കഴിക്കുന്നത് ഉമ്മാൻ്റെ പൊറോട്ടയാണ് കേട്ടോ. കാരണം ഉമ്മാൻ്റെ പൊറോട്ടയ്ക്ക് മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ പൊറോട്ട എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഓയിലി ആയിരിക്കും അല്ലേ. പക്ഷെ ഉമ്മാൻ്റെത് ഓവർ ഓയിലി ഉണ്ടാവില്ല. പക്ഷെ ടേസ്റ്റ് ആണെങ്കിൽ വേറെ തന്നെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഉമ്മാൻ്റെ പൊറോട്ടയ്ക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ പൊറോട്ടനേക്കാളും വീട്ടിൽ തന്നെയാണ് കേട്ടോ പൊതുവേ ഉമ്മ പൊറോട്ട ഉണ്ടാക്കി തരുന്നത് ചെയ്യൽ. നമുക്ക് എല്ലാവർക്കും പൊതുവേ അങ്ങനെ തന്നെ ഇഷ്ടം. ഉമ്മാൻ്റെ പൊറോട്ടൻ്റെ അത്ര ഹോട്ടലിലെ പൊറോട്ട താല്പര്യമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിക്കില്ല എന്നല്ല, നമ്മളിപ്പം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും കഴിക്കുമല്ലേ, അങ്ങനെ തന്നെ. പക്ഷേ പേഴ്സണലി നമ്മുടെ ഒരു ഇഷ്ടം പറയാണ് കേട്ടോ. അപ്പോൾ ബൗളിൽ നിന്ന് ഉമ്മ സെറ്റ് ചെയ്തതിന് ശേഷം ഇതാ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ വലിച്ചിട്ടൊക്കെ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സൈഡും നന്നായിട്ട് വലിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുഴച്ചെടുക്കുക. ഞാൻ ടൈം നോക്കുന്ന സമയത്ത് ഉമ്മ 25 മിനിറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ തന്നെ നല്ല ക്ഷമയോടുകൂടി ചെയ്തെടുത്ത് എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ വലിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഒരു 15 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ അടിച്ചിട്ടൊക്കെ കുഴച്ചെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അടിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് സോഫ്റ്റ്നെസ്സും ആ ഒരു പെർഫെക്ഷനും ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത്രയ്ക്ക് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഉമ്മ ഇത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലൊരു ബൗളിൽ കുറച്ച് ഓയിൽ അധികം തന്നെ എടുത്ത് വെച്ചിട്ട് കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിന് ശേഷം ഇതുപോലെ ബോളാക്കി വെക്കുക. എന്നിട്ട് ബോളാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി നന്നായിട്ട് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ മൊത്തത്തിൽ ഉരുട്ടിയെടുക്കാം.
പിന്നെ ഈ ഒരു ബോളിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വലുപ്പമുള്ള പൊറോട്ട വേണം അതിനനുസരിച്ച് എടുക്കണേ. അപ്പോൾ നമ്മുടെ ഉമ്മ ഇപ്പം വീട്ടിലുണ്ടാക്കി തരല് ഒരു ബോളിനെ കൊണ്ട് ഒരു പൊറോട്ട എന്നുള്ള രീതിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് 2 പൊറോട്ടയായിട്ട് കീറിയിട്ട് ചെയ്യണ്ടെങ്കിൽ വലിയ ബോൾ എടുത്തിട്ട് അതിനെ 2ആക്കി മാറ്റുക. ഉമ്മ പിന്നെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും പൊതുവേ അങ്ങനെ ഇഷ്ടം, ഓവർ വലുപ്പമുള്ള പൊറോട്ട ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനില്ലേ എന്താണെന്ന് വെച്ചാൽ സൈഡൊന്നും ഒരു പെർഫെക്റ്റായിട്ട് വേവാതെ പോലെ തോന്നില്ല. അതുകൊണ്ട് മൈദയും കൂടിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഉമ്മ പാകത്തിന് വലുപ്പത്തിൽ നല്ലോണം ചുട്ടുതരാണ് കേട്ടോ ചെയ്യൽ. അതുകൊണ്ട് നമ്മൾ ഒരു ബോളിനെ കൊണ്ട് ഒരു പൊറോട്ട എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ബോളാക്കി എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ബോളിൽ നന്നായിട്ട് തന്നെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കണം. കണ്ടില്ല, ഉമ്മ എടുത്ത് കൊടുക്കുമ്പോൾ ആ ഒരു രീതിക്ക് തന്നെ വെക്കുക, കാരണം ആ ഒട്ടും ഡ്രൈ ആവാൻ പോലും പാടില്ല. അങ്ങനെ ഇതുപോലെ മൊത്തത്തിൽ ബോൾ പിടിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നനവുള്ള തുണി കൊണ്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓവർ വെള്ളം പോലെയല്ല, ഒന്ന് നനച്ചതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത തുണിയാണ്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം നമ്മളിത് തൊടാതെ ചുരുങ്ങിയത് 25 to അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്കുള്ള പെപ്പർ ചിക്കൻ റെഡിയാക്കാമല്ലോ. അപ്പോൾ ഉമ്മ അവിടെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ പെപ്പർ ചിക്കനിലേക്കുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ ബോൾ വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി, പിന്നെ ഒരു 5 or 6 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി മതി കേട്ടോ. പെപ്പർ ചിക്കനിലേക്ക് ഒരുപാട് തക്കാളി വേണ്ട. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ഞാൻ ഇതുപോലെ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പെപ്പർ ചിക്കനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഭയങ്കര ഗ്രേവി തിക്കായിട്ടുള്ള ഗ്രേവി, ഓവർ ഗ്രേവിയോട് കൂടിയിട്ടുള്ളതല്ല പെപ്പർ ചിക്കൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചോപ്പറിൽ ഇട്ടിട്ട് കട്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി തിക്നെസ് കൂടും കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് നമ്മൾ കുനുകുനാ കട്ടിംഗ് എന്ന് പറയുമല്ലോ, ആ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി കട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കാര്യങ്ങളൊക്കെ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഓവർ പേസ്റ്റ് ആക്കണ്ടേ, നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണ്ടേ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ഈ ഒരു രീതിക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഓവർ പേസ്റ്റ് ആയി തന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കറിക്കൊന്നും. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ തക്കാളി ചെറുതായിട്ട് പൊതുവേ നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേറെ ഇതിലേക്ക് കറിവേപ്പില വേണം, പിന്നെ കുരുമുളക് പൊടി, അങ്ങനത്തെ കുറച്ച് പൊടികളും വേണം. അതൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ മല്ലിയില കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട, കറിവേപ്പില നിർബന്ധമാണ് ഈ ഒരു പെപ്പർ ചിക്കനിലേക്ക്. ശരിക്കും സത്യം പറയാമെന്ന് പറഞ്ഞാൽ ഈ ഒരു കറി നമുക്ക് റെസ്റ്റോറൻറ്റിൽ നമ്മൾ കഴിക്കുന്നില്ലേ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട്, ആ ഒരു സെയിം ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ, എങ്കിലേ ആ ഒരു പെർഫെക്ഷനും കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കാര്യങ്ങളൊക്കെ, അത് മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഏതാണ്ട് ഒരു 1-2 മിനിറ്റോളം ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സവാളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാട് ആവണ്ട, നമുക്ക് ലാസ്റ്റ് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് പിന്നീട് ഇട്ട് കൊടുക്കാം ബാക്കി. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചെറുതായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും സോഫ്റ്റായി വരണേ, കാരണം നമുക്ക് ഓവർ സവാള ഇതിൽ നിന്ന് കടിക്കാൻ പാടില്ല, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റമാണ് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. അടുത്ത ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഫെന്നൽ സീഡ്സിൻ്റെ പൗഡറാണ്.
ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ലപോലെ കളറ് മാറി വരും കേട്ടോ. അതുവരെ വഴറ്റിയെടുക്കണം. ഏതാണ്ട് ഒരു 1/4 മണിക്കൂറിന് മുകളിലൊക്കെ ആയിട്ട് വേണ്ടി വരും. എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റും പെർഫെക്ഷനും കിട്ടുള്ളൂ. നിങ്ങൾ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുത്തിട്ട് കറി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. മെയിനായിട്ട് ഈ കറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രം. ഈ പൊടികളുടെ കളറ് മാറാൻ എത്രത്തോളം സമയം എടുക്കുന്ന അത്രത്തോളം നിങ്ങൾ ക്ഷമയോടുകൂടി പൊടികൾ കളർ മാറ്റി എടുക്കുക കേട്ടോ. എങ്കിലേ ഈ ഒരു പെപ്പർ ചിക്കൻ സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇടയ്ക്കിടെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ഒരു പെപ്പർ ചിക്കനിലേക്ക് വേണ്ടുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ എത്ര എടുത്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ചിക്കനാണ്. അപ്പോൾ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് കട്ടാക്കി എടുക്കുക. ഞാനിപ്പോൾ ഓവർ ചെറുതാക്കിയിട്ടില്ല, ഓവർ വലുപ്പാക്കിയില്ല, ഒരു മീഡിയം പീസായിട്ട് നമ്മൾ കറി പീസിനൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കില്ല, ആ ഒരു രീതിക്ക് തന്നെ. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെ കളറ് നിങ്ങൾക്കിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം കളറ് മാറി വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ 4 സവാളയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് സവാള എടുക്കണം. ഞാൻ ആദ്യം 3 എടുത്ത സമയത്ത് കട്ട് ചെയ്ത സമയത്ത് അങ്ങനെ ഓവർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി കട്ടാക്കി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സവാളയുടെ അളവ് എന്ന് പറയുന്ന കറക്റ്റ് ഒരു അളവില്ല കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ എത്ര ക്വാണ്ടിറ്റി ഗ്രേവിയൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് കുറക്കും കൂട്ടുമൊക്കെ ചെയ്യുക. 2 എടുക്കണമെങ്കിൽ 2 എടുക്കുക, അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്ക് കളറ് മാറി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കളറ് മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കറി സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള ഒരു തക്കാളി ഉണ്ടല്ലോ, അത് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കുക. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിലവർ ഈ ഒരു തക്കാളിക്ക് പകരം ചെറുനാരങ്ങ നീരുണ്ടല്ലോ അത് ചേർക്കുന്നത് കാണാറുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് തക്കാളി ചേർക്കുമ്പോഴാണ് കേട്ടോ പെപ്പർ ചിക്കൻ നല്ല ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഓവർ വഴലാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. കാരണം ചിക്കനും കൂടി വെന്ത് വരുന്ന സമയം കൂടെ തക്കാളി നന്നപോലെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്ക് എത്തിക്കിട്ടുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ചെക്ക് ചെയ്തിട്ട്. കാരണം നമ്മൾ കുറച്ചല്ലേ ഫസ്റ്റ് ടൈം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഓവർ ഗ്രേവി ആയിട്ട് നമ്മൾ ഉണ്ടാക്കില്ല, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഗ്രേവിയോട് കൂടി സവാളയൊക്കെ അധികം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ആ ഒരു പാകത്തിന് ഗ്രേവിയോട് കൂടിയിട്ടേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ലല്ലോ. ചിക്കനല്ലേ കൂടുതലായിട്ട് പെപ്പർ ചിക്കനിൽ കാണാറുള്ളത്. അതുകൊണ്ട് ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ. അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ വേണം വെന്ത് കിട്ടാനായിട്ട്. എങ്കിലേ ആ ഒരു പെപ്പർ ചിക്കൻ പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അടിക്ക് പിടിക്കുന്നുള്ളവർ ടെൻഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒട്ടും തന്നെ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല, പക്ഷേ അത്യാവശ്യം നന്നായിട്ട് ഗ്രേവിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിക്ക് ഈ ഒരു തിക്നെസ്സിന് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി വറ്റിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ. കാരണം പൊറോട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലവർക്ക് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് ചെയ്യുക. ഞാൻ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഇതങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല പാകത്തിന് ഗ്രേവി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറി റെഡിയായതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1/4 to 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ ഫ്ലേവർ നോക്കുക കേട്ടോ. പെപ്പർ എന്ന് പറയുന്ന കുറച്ചൊരു ആ ഒരു കുരുമുളകിൻ്റെ കുത്തൽ വേണമല്ലോ ലാസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യമേ കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഏതാണ്ട് ഒരു 35 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉമ്മ ഇത് പൊറോട്ട പരത്തിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഉമ്മ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ തുണിയൊക്കെ നനച്ചിട്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഓയിൽ കൗണ്ടർ ടോപ്പിലാക്കുക. അതുപോലെ തന്നെ പൊറോട്ടയുടെ മുകളിലും കുറച്ചൊന്ന് ഓയിലാക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഉമ്മ ചെയ്യുന്ന പോലെ തന്നെ. കാരണം എങ്ങനെയാണ് എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ എങ്ങനെയാണ് വീഡിയോയിൽ കാണുന്നത് അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എന്നിട്ട് ചുറ്റിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങൾ കറി വെച്ചിട്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് പൊറോട്ട ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അല്ല കേട്ടോ, ഏതാണ്ട് ഒരു 35-40 മിനിറ്റ് ആകുന്ന സമയത്തിന് ഉമ്മ പൊറോട്ട പരത്തുന്നുണ്ട്. പിന്നെ ആ ഒരു കറിൻ്റെ ആ ഒരു പോർഷൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിക്കാണ് കേട്ടോ ഇത് ലാസ്റ്റോട്ട് കാണിച്ചു തരുന്നത്. വീഡിയോ അങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. ഓൾറെഡി സമയം കറക്റ്റ് തന്നെ ഉമ്മ ചെയ്തിട്ടുണ്ടേനു. അപ്പോൾ ഇതുപോലെ വീശി കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് മൈദയും കുറച്ച് ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഉമ്മ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ശേഷം കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇത് മൊത്തത്തിൽ ഉമ്മ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. അപ്പോൾ 2 പാനിലാണ് കേട്ടോ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ 2 കൂടി ഒന്നിച്ച് അരിച്ചെടുക്കാൻ ഈസി ആയിരിക്കുമല്ലോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ വലിയ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 4 3 ഒക്കെ ചുട്ടെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ചുറ്റിച്ച് വെച്ചത് കയ്യിൽ നന്നായിട്ട് ഓയിൽ തടവിയതിന് ശേഷം കുറച്ച് ഓയിൽ എടുക്കുക കേട്ടോ നന്നായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ചിലവർ ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുക്കാറുണ്ട്. പക്ഷെ ഉമ്മ പൊതുവെ കൈ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നേരെ തന്നെ നമുക്ക് പാനിലിട്ടിട്ട് ഇനി ചുട്ടെടുക്കാം. പൊറോട്ട ചുട്ടെടുക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കുമല്ലോ. ഇനി ഈസി ആയിട്ട് പെട്ടെന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് കളറൊക്കെ മാറി മൊരിഞ്ഞ് വരുന്നവരെ ചുട്ടെടുക്കുക. സിമ്പിൾ തന്നെയാണ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ 2 സൈഡും ഡ്രൈ ആവാൻ പാടില്ല. മാവിൽ എപ്പോഴും നമ്മൾ ഓയിൽ തടവിക്കൊണ്ട് നിൽക്കുക കേട്ടോ തിരിച്ചു മറിച്ച് വിട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ എങ്കിലും നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ പ്ലെയിൻ ഓയിലല്ല കേട്ടോ ഇവിടെ തടകുന്നത്. അതിൽ ഇപ്പോൾ 2 സ്പൂൺ ഓയിലാണ് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂണോളം നെയ്യ്, അതായത് 6 kg അല്ലെങ്കിൽ മിൽമയുടെ നെയ്യോ പോലത്തെ നല്ല ഫ്ലേവറുള്ള നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഉമ്മ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നുണ്ടാവും വീഡിയോയിൽ ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തടവി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, എങ്കിലും നന്നായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഓയിലും നെയ്യും കൂടിയിട്ടുള്ള മിക്സ് തടവി കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഫ്ലേവർ കൂടുതൽ കിട്ടും, ടേസ്റ്റ് കൂടുതൽ കിട്ടും, നല്ല സ്മെല്ല് കൂടുതൽ കിട്ടും പൊറോട്ടയ്ക്ക്. അതുകൊണ്ടൊന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 2 സ്പൂൺ ഓയിൽ എടുക്കുമ്പോൾ അതിൽ 1 സ്പൂണ് അല്ലെങ്കിൽ 1.5 സ്പൂണോളം നെയ്യും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തടവി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പൊറോട്ട വെന്തതിന് ശേഷം കോരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ചൂടോടെ തന്നെ ഇതുപോലെ 2 കൈയും കൂട്ടിയിടിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ട സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെറിയ ചെറിയ പൊറോട്ട ചൂടാറുള്ളത് എന്നുള്ളത് വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സൈസ് കൂട്ടുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊറോട്ടയും പെപ്പർ ചിക്കനും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്